നന്ദിഗ്രാമിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമേ താൻ പ്രവർത്തിക്കൂ എന്ന് മമതയെ തോൽപ്പിച്ച BJP നേതാവ് സുവേന്ദു അധികാരി വ്യക്തമായ ഭാഷയിൽ തന്നെ തുറന്നടിച്ചിരിക്കുന്നു. ഇതാണ് മതേതരത്വം പറയുകയും വർഗീയം നടപ്പാക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്കുള്ള BJPയുടെ ബംഗാളിൽ നിന്നുള്ള ഉറച്ച മറുപടി. സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബംഗാളിലെ BJPയുടെ ഈ വൻ വിജയത്തിൽ വിളിച്ച് അഭിനന്ദിച്ചിരിക്കുന്നു. അപ്പോൾ നോക്കണം, അങ്ങ് US വരെ ബംഗാളിലെ രാഷ്ട്രീയ നീക്കങ്ങളിൽ കാതോർത്തിരിക്കുകയാണെന്ന്. ഇന്ത്യയുടെ ഭാഗ്യമാണ് മോദി എന്ന നേതാവെന്നായിരുന്നു ട്രംപിൻ്റെ അടുത്ത പരാമർശം. അതിന് പിന്നാലെ കൊൽക്കത്തയിൽ ഇതാ തൃണമൂൽ കോൺഗ്രസ് അധികാര ദുർമേധസ് കൊണ്ട് കയ്യേറിക്കെട്ടിയ പാർട്ടി കെട്ടിടം ബുൾഡോസർ കൊണ്ട് ഇടിച്ച് തരിപ്പണമാക്കിയിരിക്കുന്നു. ഇനിയും എത്ര അനധികൃത മമത ഓഫീസുകൾ ഓർമ്മയാകാനിരിക്കുന്നു. എന്തുകൊണ്ടാണ് സുവേന്ദു നന്ദിഗ്രാമിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമേ താൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്? നന്ദിഗ്രാമിൽ തനിക്ക് വിജയം ഉറപ്പാക്കിയത് ഹിന്ദു വോട്ടർമാരാണ്. മുസ്ലിം വോട്ടുകൾ മുഴുവൻ തൃണമൂൽ കോൺഗ്രസിലേക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ തൻ്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ലെന്നാണ് സുവേന്ദു അധികാരിയുടെ കടുത്ത നിലപാട്. 24 മണിക്കൂറിനുള്ളിൽ തൃണമൂൽ കോൺഗ്രസ് അപ്രത്യക്ഷമാകുമെന്ന് മറ്റൊരു പ്രസ്താവന കൂടി സുവേന്ദു നടത്തിയിട്ടുണ്ട്. അത് വെറുതെ ആകില്ല. ഇലക്ഷൻ കമ്മീഷനും BJPയും ചേർന്ന് തിരഞ്ഞെടുപ്പ് മോഷ്ടിക്കുകയാണെന്നാണ് മമതാ ബാനർജി വോട്ടെണ്ണൽ ദിനത്തിൽ ആരോപിച്ചു കൂട്ടിയത്. ആദ്യമൊക്കെ അങ്ങനെ അവർ അപഹാസ്യയായി. പിന്നാലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു പോളിംഗ് ഏജന്റും പുറത്തു പോകരുത്, നിങ്ങൾ സൂര്യാസ്തമയം വരെ കാത്തു നിൽക്കൂ, വിജയം നമുക്കാണെന്ന് വീണ്ടും പറഞ്ഞു. എന്നിട്ട് കഷ്ടം, ഫലം പ്രചരണം പൂർത്തിയാക്കുന്നതിന് മുമ്പ്, ഫലം അറിയുന്നതിന് മുമ്പ് തന്നെ ഭവാനിപ്പൂർ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ 15,000-ൽ പരം വോട്ടുകൾക്കാണ് സുവേന്ദു അധികാരി പരാജയപ്പെടുത്തിയത്. നന്ദിഗ്രാമിലും ഭവാനിപ്പൂരിലും മത്സരിച്ച സുവേന്ദു രണ്ടിടത്തും നല്ല അസലായി തന്നെ ജയിച്ചു. കഴിഞ്ഞ തവണ നന്ദിഗ്രാമിൽ സുവേന്ദു മമതയെ ഒരു പാഠം തോൽപ്പിച്ചതാണ്. അന്ന് തോറ്റ മമത രണ്ടാമത് മത്സരിച്ച മണ്ഡലമായ ഭവാനിപ്പൂരിൽ നിന്നാണ് ജയിച്ച് മുഖ്യമന്ത്രിയായി ഈ കുന്നായ്മകളൊക്കെ ചെയ്തു കൂട്ടിയത്. ഇപ്പോഴാണ് മമതയുടെ അടുത്ത പ്രഖ്യാപനം വന്നത്, താൻ രാജിവെക്കില്ലെന്ന്. ഇത് BJPയുടെ ഏകപക്ഷീയമായ വിജയമാണ്. അതുകൊണ്ട് തനിക്ക് രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന്. ഇനി പശ്ചിമ ബംഗാളിലെ ഗവർണർ നോക്കിക്കൊള്ളും മമതയെ എടുത്ത് പുറത്തു കളയണമോ എന്ത് ചെയ്യണമെന്നത്. എന്തായാലും മെയ് 9-ന് വ്യക്തമായൊരു BJP നിയന്ത്രിത സർക്കാരുടെ അധികാരത്തിൽ വന്നിരിക്കും. മെയ് 7-ന് മമതയുടെ കാലാവധി പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. മെയ് 9-ന് സുവേന്ദു അധികാരി തന്നെ ബംഗാൾ മുഖ്യമന്ത്രി ചുമതലയേൽക്കും. ത്രിപുരയിലും ബംഗാളിലും ഇവിടെ കേരളത്തിലുമൊക്കെ CPM ഭൂപടത്തിൽ നിന്നും എങ്ങനെ വിസ്മയമായി പോയി, അതുപോലെ തന്നെ മമതയുടെ തൃണമൂലിനും അതേ ഗതിയാണ് വരാൻ പോകുന്നത്. ഇനിയൊരു അംഗത്തിന് തിരിച്ചൊരു മമതയ്ക്കില്ലെന്നൊരു വൈകിയ വിവേകമെങ്കിലും മമതയ്ക്കുണ്ടാകണം. കാരണം മമതയുടെ പ്രായം ഏറിക്കഴിഞ്ഞു. ഈ അവസാന ദിനങ്ങളിൽ മമത മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പറഞ്ഞു കൂട്ടിയ മണ്ടത്തരങ്ങൾ, ആർക്കും മനസ്സിലാത്ത ചില വാക്കുകൾ, ഇതൊക്കെ വ്യക്തമാക്കുന്നത്, മമതയുടെ ശരീരഭാഷ വ്യക്തമാക്കുന്നത് മമത എല്ലാം കൈവിട്ട് പരിണിത പ്രജ്ഞയായി അന്തം വിട്ട പോലെ നിൽക്കുകയാണെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് മമത പറഞ്ഞത്, ഞാൻ ഈ അധികാരത്തിൽ നിന്ന് വിട്ടൊഴിയില്ലെന്നത്. മമതയ്ക്ക് ആരാണ് ജീവിതകാലം മുഴുവൻ ബംഗാളിൽ മുഖ്യമന്ത്രി തുടരാൻ ആരാണ് അധികാരം നൽകിയത്? ജനങ്ങളാണ് അന്ന് തീരുമാനിച്ചത് മമതയെ മുഖ്യമന്ത്രിയാക്കാൻ. അതേ ജനങ്ങൾ തന്നെ മമതയെ പിടിച്ച് പുറത്താക്കിയിരിക്കുന്നു, കടക്ക് പുറത്തെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മമതാ ബാനർജി എന്താണ് ചെയ്യേണ്ടത്? ഇറങ്ങിക്കൊടുക്കണം, ജനാധിപത്യ വ്യവസ്ഥയെ മാനിക്കണം. അതല്ലെങ്കിൽ ഇവിടെ ഭരണഘടനയുണ്ട്, ഗവർണറുണ്ട്, രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുണ്ട്. മമതയെ പുറത്താക്കുക എന്നത് കേന്ദ്രത്തിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ അവിടെയും കേന്ദ്ര സർക്കാർ നോക്കുന്നത്, നരേന്ദ്രമോദി നോക്കുന്നത്, അമിത്ഷാ നോക്കുന്നത് രാജ്യത്തെ ജനാധിപത്യ നീതിന്യായ ഭരണവ്യവസ്ഥയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കരുതെന്നാണ്. മമതാ ബാനർജി ഏറെ മുറിവുകൾ, തീരാ വ്രണപ്പാടുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ബംഗാളിൻ്റെ ജനാധിപത്യത്തിന്. എങ്ങനെയാണോ CPM അന്ന് കോൺഗ്രസിനെ അടിച്ചൊതുക്കിയത്, അതുപോലെ തന്നെയായിരുന്നു മമത CPMനെ ആദ്യം അടിച്ചൊതുക്കിയതും പിന്നീട് BJPക്ക് നേരെ തിരിഞ്ഞതും. കോൺഗ്രസ് അവിടെ പൂട്ടി, പക്ഷേ BJP അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. അതിൻ്റെ വിജയമാണിതാ ഈ 3-2 ഭൂരിപക്ഷത്തിൽ ചെന്നെത്തി നിൽക്കുന്നത്.